7 വർഷം കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം എടുക്കുകയും എല്ലാ ബുദ്ധിമുട്ടുകളും സഹിക്കുകയും അവൻ ചെയ്തതുകൊണ്ടാണ് എനിക്ക് സിനിമയിൽ വരാൻ കഴിഞ്ഞത്. അപ്പം ഞാൻ എൻ്റെ കുട്ടികളോട് പറയുമായിരുന്നു, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അവർ ചാച്ച എന്നാണ് വിളിക്കുന്നത്, ചാച്ചാരുടെ അടുത്ത് പോകണം. കാരണം എനിക്ക് 100% ഉറപ്പാണ് അവനുണ്ടാക്കും കൂട്ടൻ. എല്ലാവർക്കും നമസ്കാരം. ഒരു ഔപചാരികത ഇല്ലാതെ പറയാം. കാരണം ഇതൊരു സാധാരണ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് പോലെ എനിക്കിതിൽ സംസാരിക്കാനോ അങ്ങനെ എന്തെങ്കിലും വിശദമായിട്ട് പറയാനോ ഒന്നും ഉള്ളൊരു മാനസികാവസ്ഥയിലല്ല. ഇപ്പോൾ 1 കൊല്ലമായെങ്കിലും ഓർക്കാത്തൊരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ 1 വർഷം കഴിഞ്ഞതായിട്ടല്ല, ഓരോ ദിവസവും വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഷാഫിയെക്കുറിച്ച് പറയുമ്പോൾ പൊതുവെ പറയാറ് റാഫിയുടെ സഹോദരനായതുകൊണ്ട് സിനിമയിലേക്ക് വന്നു, അങ്ങനെ സംവിധായകനായി, അങ്ങനെയാണ് പൊതുവെ അറിയപ്പെടുന്നത്. പക്ഷെ സത്യത്തിൽ എന്നെ സിനിമയിലെത്തിച്ചത് ഷാഫിയാണ്. വളരെ ചെറിയ പ്രായത്തിൽ സിനിമയിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ച സമയത്ത് എൻ്റെയും ഷാഫിയുടെയും ചുമലിൽ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ഉപേക്ഷിച്ച് ഇപ്പോൾ സിദ്ദിഖാണൻ്റെ ലാലേട്ടൻ്റെയും കൂടെ അസിസ്റ്റൻ്റായിട്ട് പ്രവർത്തിക്കാൻ ഒരു സാധ്യത ഉണ്ടായപ്പോൾ പോലും അങ്ങനെ ഈ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞ് അതിലേക്ക് പോകുവാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെയാണ് ആ ചെറിയ പ്രായത്തിൽ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരു ചെറിയ സ്ഥാപനം, ഒരു സംരംഭം തുടങ്ങിയിട്ട് അതിൽ നിന്നും സ്ഥിരമായൊരു വരുമാനം ഉണ്ടായാൽ എനിക്ക് സിനിമയിലേക്ക് വരാൻ സാധിക്കും. അങ്ങനെ സ്വന്തം കുടുംബം പണയപ്പെടുത്തി ഒരു ചെറിയ ബാഗ് നിർമ്മാണ കമ്പനി തുടങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷേ കുടുംബത്തിലെ വേറെ ആരും അതിന് സമ്മതിക്കില്ല. അപ്പം ഞാനെപ്പോഴും ഇങ്ങനെ ഒരു ഐഡിയ പറയുന്നതുകൊണ്ട് നിൻ്റെ ഈ പൊട്ട ഐഡിയയും കൊണ്ട് ഇനി ഇങ്ങോട്ട് വരണ്ടെന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ അന്ന് വളരെ ശക്തമായിട്ട് എന്നോടൊപ്പം ഉറച്ചു നിന്ന് അത് ചെയ്യണം, എനിക്ക് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അതിനൊരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞത് ഷാഫിയാണ്. അങ്ങനെ എനിക്ക് അപ്പോൾ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളും ഈ കമ്പനി നടത്തുന്ന ഉത്തരവാദിത്തങ്ങളും ഒക്കെ ആയിട്ട് കുറച്ചു കാലം പോയി. ഒരു 88-ലാണ് ഞങ്ങൾ ആ കമ്പനി തുടങ്ങുന്നത്. ഒരു 91 ആയപ്പോഴേക്കും സിദ്ദിഖ് ലാലിൻ്റെ സിനിമയിൽ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യാൻ എനിക്ക് അവസരം കിട്ടി. ഞാനങ്ങനെ സിനിമയിലേക്ക് വന്നു. പക്ഷെ എനിക്കൊരു ബ്രേക്ക് കിട്ടുന്നത് 95-ലാണ്. ആ വർഷം 3 തിരക്കഥകൾ എഴുതി. അനിയമ്പാവ, ചേട്ടമ്പാവ, ആദ്യത്തെ കൺമണി, പിന്നെ പുതുക്കോട്ടയിലെ പുതുമണവാളൻ. അതിൽ എനിക്ക് മെക്കാട്ടിനും ഒരു ബ്രേക്ക് കിട്ടി. ആ സമയത്താണ്, അതിന് ശേഷമാണ് ഷാഫിയും സിനിമയിലേക്ക് വരുന്നത്. പക്ഷെ എന്നെ സിനിമയിൽ എത്തിക്കുവാൻ വേണ്ടി 7 വർഷം കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം എടുക്കുകയും എല്ലാ ബുദ്ധിമുട്ടുകളും സഹിക്കുകയും അവൻ ചെയ്തതുകൊണ്ടാണ് എനിക്ക് സിനിമയിൽ വരാൻ കഴിഞ്ഞത്. സിനിമയിൽ വന്നതിന് ശേഷവും അവന് ഇപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ എപ്പോഴും ചിരിക്കാനും ചിരിപ്പിക്കാനുമാണ് ഇഷ്ടം. അത് അവൻ്റെ സിനിമയിൽ ഇപ്പോൾ ചിരിക്കുന്ന സിനിമയാണെങ്കിൽ പോലും അതൊരു അലങ്കോല സീനുകളും ഉണ്ടാവാറില്ല. എപ്പോഴും ഒരു വൃത്തിയും വെടിപ്പുമുള്ള സിനിമയാണ് അവൻ ചെയ്യുന്നത്. അതവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ആ വൃത്തിയും വെടിപ്പും കലർപ്പില്ലാത്ത സ്നേഹവും എപ്പോഴും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ സംരംഭം തുടങ്ങാൻ കാരണം സോഹനാണ് വിളിച്ച് പറഞ്ഞത്. സോഹൻ പറഞ്ഞത് സോഹനും അജയ് വാസുദേവൊക്കെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ
അതിൻ്റെ കാരണം ഷാഫിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നവാഗത പ്രതിഭയ്ക്ക് അവാർഡ് നൽകുന്ന ഒരു കാര്യം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് ഇതിനു വേണ്ടി ഇത് തുടങ്ങിയത്. അപ്പോൾ അന്ന് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും ലളിതമായ ഒരു ചടങ്ങിൽ വെച്ചിട്ട് അത് തുടങ്ങി വെക്കാം. വരും വർഷങ്ങളിൽ ദൈവം സഹായിച്ചാൽ നമുക്കിത് വിപുലമായിട്ട് നടത്താം. അത് നവാഗത പ്രതിഭയ്ക്ക് മാത്രമല്ല, മറ്റെല്ലാ മേഖലകളിലും അവാർഡുകൾ ഷാഫിയുടെ പേരിൽ കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഷാഫി എനിക്കെന്നും ഒരു ധൈര്യമായിരുന്നു. കാരണം 100% വിശ്വസിക്കാവുന്ന ആളാണ്. എന്ത് കാര്യത്തിലും ഒരു പാറ പോലെ എൻ്റെ കൂടെ ഉറച്ചു നിൽക്കും എന്ന് എനിക്ക് എപ്പോഴും വിശ്വാസമുള്ള ഒരാളാണ്. അപ്പം ഞാൻ എൻ്റെ കുട്ടികളോട് പറയുമായിരുന്നു, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അവർ ചാച്ച എന്ന് വിളിക്കുന്നത്, ചാച്ചാൻ്റെ അടുത്ത് പോകാം. കാരണം എനിക്ക് 100% ഉറപ്പാണ് അവനുണ്ടാക്കും കൂട്ടൻ. ഇപ്പോൾ അവൻ പോയി കഴിഞ്ഞു. അവൻ്റെ മക്കൾ എന്നോട് പറയട്ടെ, അവൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഇക്ക പറയുന്നത് കേട്ട് മുന്നോട്ട് പോകാൻ. ആ ധൈര്യവും അവൻ ബാക്കി വെച്ച കലപ്പില്ലാത്ത സ്നേഹവും വിശ്വാസവും അങ്ങനെ അടുത്ത തലമുറയിലേക്ക് കൂടി എത്തിച്ചിട്ടാണ് അവൻ മടങ്ങിയത്. ആ വിശ്വാസങ്ങളും സ്നേഹവുമെല്ലാം കാത്തു സൂക്ഷിക്കാൻ അവൻ്റെ കുടുംബാംഗങ്ങൾക്കും സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും എന്നും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു.